യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ ചൂർണ ഉള്ളിൽ ചെന്നാൽ ഏത് കലങ്ങാത്ത ഗർഭവും കലങ്ങും. മനുഷ്യന്റെ മാത്രമല്ല, ആനയുടെ ഗർഭം വരെ കലക്കാൻ ഇതിന്റെ ഒറ്റ നുള്ളു മതിയാവും. എന്തിനാ ഒറ്റ നുള്ളാക്കുന്നത്? മുഴുവൻ കിടക്കട്ടെ. ഇവളുടെ ഗർഭം ആനയുടേതിനേക്കാൾ ഭീകരവാ. അങ്ങനെ പെട്ടെന്നൊന്നും കലങ്ങില്ല. ഇതുപോലെ അവളുടെ ഗർഭം കലങ്ങണം. സിന്ധു, സിന്ധു മോളെ. ആരാ? ഞാനാ മോളെ, അജയേട്ടൻ. മോളെ ഒന്ന് വാതിൽ പറഞ്ഞേ. തുറക്കുന്ന പ്രശ്നമില്ല. അതെന്തുവാ? പ്രസവം വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാ എങ്ങനെയാ മോളെ? എനിക്ക് നിന്നെ കാണാതെ ജീവിക്കാൻ പറ്റില്ല. എന്നെ കാണാത്തോട് നിങ്ങൾ ചാവുന്നെങ്കിൽ അങ്ങോട്ട് ചാവ്. ഇക്കാര്യത്തില് എന്റെ തീരുമാനം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. ശരി, സമ്മതിച്ചു. പ്രസവം വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും വേണ്ട. പക്ഷേ നീ ഇപ്പൊ വാതിൽ തുറക്കണം. എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ മാത്രം മതി. അങ്ങനെ ഇപ്പൊ കാണണ്ട, കണ്ടതൊക്കെ തന്നെ ധാരാളം. അങ്ങനെ പറയില്ല എന്റെ പൊന്നു മോളെ. എനിക്ക് വെറുതെ നിന്നെ ഒന്ന് കണ്ടാ മാത്രം മതി. പ്ലീസ് മോളെ, എന്റെ പഞ്ചാര കട്ടിയല്ലേ. ദേവീതി വാതിലും തുറക്ക്. ശരി, ഞാൻ തുറക്കാം. പുറത്തു നിന്ന് കണ്ടിട്ട് പൊക്കോണം. ആ ആ മതി. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? വാക്ക് പറഞ്ഞ മനുഷ്യൻ വാക്ക് പാലിക്കണം. അകത്ത് കയറാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എടി, അകത്തായാലും പുറത്തായാലും ദേ ഞാൻ വന്ന പോലെ തിരിച്ചു പോയാ പോരെ. കണ്ടല്ലോ, ഇനി പോ. പോകാം. പക്ഷേ അതിനു മുമ്പ് എന്റെ മോള് ദേ ഇതൊന്ന് കുടിച്ചേ. ഇതെന്താ? കണ്ടാൽ അറിയില്ലേ, വൈറ്റമിൻ അടങ്ങിയ ജ്യൂസ്. അത് മനസ്സിലായി. ഇതെന്തിനാ ഇവിടെ കൊണ്ടുവന്നേന്നാ ചോദിച്ചത്. കൊള്ളാം, എന്റെ മോക്ക് കുടിക്കാൻ. ഭാര്യ ഉറക്കാൻ മയക്കുപൊടി കലക്കിയ പാല്. ഇതിനി എന്തിനാണാവോ? എന്നെ കൊല്ലാനാണോ? അയ്യോ, ദൈവദോഷം പറയില്ലേ മോളെ. എന്റെ മോളെ ഞാൻ കൊല്ലാനോ? പിന്നെന്തിനാ? എന്റെ ഗർഭം കലക്കാനോ? നേര് പറ, നിങ്ങൾ എന്താ ഇതിനകത്ത് കലക്കിയിരിക്കുന്നത്? അയ്യോ, ഞാൻ ഒന്നും കലക്കിയിട്ടില്ല. എന്ന് നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ലല്ലോ. നിങ്ങളെ എനിക്കറിയാവുന്നത് പോലെ ലോകത്ത് വേറെ ആർക്കും അറിയില്ല. സ്വന്തം കാര്യം നേടാൻ നിങ്ങൾ ആരെയും ചതിക്കും. പെറ്റ തള്ളയ്ക്ക് പോലും വിഷം കലക്കി കൊടുക്കാൻ മടിക്കാത്ത ദുഷ്ടനാ നിങ്ങള്. സിന്ധു, എന്തോന്ന് കിന്തു?
നിങ്ങളുടെ ഈ നമ്പറൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല മനുഷ്യ. എടി ഞാൻ ഒന്നും ചെലവാക്കാൻ. ഇനി നിങ്ങൾ ഇവിടെ നിന്നാ ഞാൻ നിങ്ങളെ കൊണ്ട് ഇത് മുഴുവനും കുടിപ്പിക്കും. ആ, 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 അതോടെ നിങ്ങളുടെ ഗർഭം കലങ്ങും. അയ്യോ, ഞാൻ എടി വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. വേഗം പോ. പോ സിന്ധു മോളെ, ഇത് വൈദ്യുതി കലപറയാന്ന്. നാളെ പിന്നെ നീ ഇറങ്ങി പോ. പൂസ് കുടിക്കാൻ കൊതിക്കുവേ. എടി സിന്ധു, ഒത്തില്ല. അവന്റെ തന്തേ വിറ്റ കാശ് എന്റെ പോക്കറ്റിലുണ്ട്. അപ്പോഴാ അവന്റെ ഒരു ജ്യൂസ്. നാളെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇവൻ തൽക്കാലം ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. അവിടെ വച്ചാൽ ഇനി അതെല്ലാം എടുത്ത് മാട്ടുവോ? ഏയ്, ഈ നായിന്റെ മോൻ ഉറക്കൂല്ലേ? നിന്നെ ഉറക്കിയിട്ട് ഞാൻ ഉറങ്ങോളടാ. എന്താ ബൈ ഈ നേരത്ത് ഉറക്കൊന്നുമില്ലേ? നീ അവളുടെ മുറി പോയതല്ലേ? ഹായ്, സത്യമായിട്ടും അല്ല ബൈ. ഞാനാ പോക്കൊക്കെ നിർത്തി. കൊള്ളം പറഞ്ഞ കൊന്നുള ഞാൻ കഴിവേറി. സത്യം പറയാം, എന്നാ പറ. ഞാൻ അവിടെ പോയി എന്നുള്ളത് നേരാ. പക്ഷെ അത് വേറൊന്നുമല്ല. പാതിരാ കുർബാന നടത്താനാവും അല്ലേ? സത്യമായും ഭായി എന്ന് വിശ്വസിക്കണം. നിന്നെ വിശ്വസിക്കാനോ? എടാ, കായംകുളം കൊച്ചുണ്ടിക്ക് കഞ്ഞിയിൽ വിഷം കലക്കി കൊടുത്തിട്ട് അയാളുടെ ഭാര്യയെ കൊണ്ട് ഒളിച്ചോടിപ്പോയ വിശ്വസിക്കാതെ ക്രിമിനൽ അല്ലേടാ നീ? എന്റെ അമ്മയാണ് ഞാൻ. മനസ്സാ വാച കർമ്മണം അറിയാത്ത കാര്യങ്ങൾ അതൊക്കെ. ഈ നാട്ടുകാർ തെണ്ടികൾ എന്നെ പറ്റി എന്തൊക്കെ അബോധങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ആ മതി 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 മതി, നിർത്ത്. നിന്നോടൊക്കെ പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ല, വിവരം കേട്ടവൻ. അപ്പോ ഭായി അത് വിശ്വസിച്ചു അല്ലേ? കഷ്ട. എടാ, നീ എന്താടാ നന്നാവാത്തത്? നീ എന്താടാ പിന്നിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? നോക്ക്, കയ്യിലൊന്നുമില്ല ഭായി. കണ്ടോ? ഒന്നുമില്ല. അതിങ്ങട് ഞാൻ പിന്നിലൊന്നും ഒളിപ്പിച്ചിട്ടില്ല ഭായി. നീ അങ്ങ് പറഞ്ഞാ മതിയോ? ഞാൻ കണ്ടതല്ലേ. ഭായി എന്തോ കണ്ടെന്ന്? ഇങ്ങോട്ട് ഈ പാതിരാത്രി ജ്യൂസ് മാത്രമേ കഴിക്കൂ അല്ലടാ? അല്ല, അതും എന്റെ വീക്ക്നെസ് ആയ ജ്യൂസ്. അയ്യോ, അത് മാംഗോ ജ്യൂസ് അല്ല ഭായി. സാരമില്ല, നീ ഏത് ജ്യൂസ് ആയാലും തൽക്കാലം ഞാനിതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. അയ്യോ ഭായി, ഞാനിത്തിരി ജ്യൂസ് കുടിച്ചിട്ടാണെന്ന് അറിയും നീ ഇങ്ങനെ നിലവിളിച്ചത്. ഒച്ച വെച്ച കൊന്നുകളയും ഞാൻ. നല്ല ജ്യൂസ്. അപ്പൊ നിനക്കും അറിയാം ജ്യൂസൊക്കെ ഉണ്ടാക്കാം അല്ലേ? ആ, നാളെ മുതൽ എനിക്ക് ജ്യൂസ് നീ ഉണ്ടാക്കിയാൽ മതി. നാളെ താൻ ജീവനോട് ഉണ്ടായിട്ട് വേണ്ടടോ. എന്താ പറഞ്ഞ? അല്ല, നാളെ മുതൽ ഉണ്ടാക്കാന്ന് പറഞ്ഞതാ. 2 ജ്യൂസ് ഉണ്ടാക്കി തരാം. ഗ്ലാസ് എത്താ? അപ്പൊ ശരി, ഗുഡ് നൈറ്റ് ബൈ. ഇന്ന് കരീമിന്റെ കരിങ്കടലിളകും. പെണ്ണുങ്ങളെ മയക്കാനുള്ള കംപ്ലീറ്റ് പണി അവൻ്റെ കയ്യിലുണ്ട്. കണ്ടില്ലേ അവൻ്റെ ഒരു ജ്യൂസ്? ജ്യൂസ് ജ്യൂസ് ജ്യൂസ്, കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കായ്ക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ഇതെന്തൊരു പിടുത്തം! എന്തൊരു വൃത്തികേട്ടം! ചുമ തോന്നാന്ന്. അയ്യോ വേണ്ട, ഒരു വലിയ വീട് പുറത്ത് വെച്ചിട്ട് തപ്പത്തില്ല. അയ്യോ, കാണാൻ വയ്യ.